വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പുനരന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം രൂപവത്കരിക്കാൻ നീക്കം. പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. പാറക്കൽ അബ്ദുള്ള MLA നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ തീരുമാനം. സരീഷ് PK തന്നെ ചേരുന്നു വിവരങ്ങളുമായി. സരീഷ്, നിലവിൽ ഈ കേസിലും ഒരു SIT വരുന്നു. പുനരന്വേഷണം സാധ്യത തെളിയുകയാണ്. വിവരങ്ങൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകര മണ്ഡലത്തിൽ ഏറ്റവും വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട്. അവിടെ UDFകാരാണ് KK ശൈലജയ്ക്കെതിരെ, LDF സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജയ്ക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്നും അല്ല തിരിച്ച് UDF പ്രവർത്തകർ തന്നെ LDF പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ എന്നുമുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് KK ശൈലജ പരാതി നൽകുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ UDF പ്രവർത്തകരല്ല എന്ന് ചൂണ്ടിക്കാട്ടി ഷാഫി പറമ്പിൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ആരാണ് ഇതിന് പിന്നിൽ എന്ന് അന്നത്തെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അടിയന്തരമായി ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നായിരുന്നു പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. സൈബർ ഇടങ്ങളിലാണ് ഇത് പ്രചരിക്കുന്നത്, പല അക്കൗണ്ടുകളിൽ നിന്ന് ഇത് പ്രചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരുടേതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്മിൻ ആരാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു LDF സർക്കാരിൻ്റെ കാലത്ത് ഈ റിപ്പോർട്ടായി പോലീസ് നൽകിയിരുന്നത്. പക്ഷേ അന്ന് ആ സമയത്ത് തന്നെ കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും വിശദമായ അന്വേഷണം നടത്തണം എന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതും പിന്നീട് ഭരണമാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഭരണമാറ്റം ഉണ്ടായി ആഭ്യന്തരമന്ത്രി അധികാരത്തിലേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ പാറക്കൽ അബ്ദുള്ള അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയിരുന്നു. കാരണം അന്ന് പാറക്കൽ അബ്ദുള്ള തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിലെ കമ്മിറ്റി ഏകീകരണം ഉൾപ്പെടെയുള്ളവ, വടകര മണ്ഡലത്തിൽ ഏകീകരണം ഉൾപ്പെടെയുള്ളവ നടത്തിയിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത് വീണ്ടും ഒരു പുനരന്വേഷണം വേണം എന്നൊരാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തലയെ കാണുന്നതും അപേക്ഷ നൽകുന്നതും. ആ അപേക്ഷ പരിഗണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുനരന്വേഷണം വേണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും അതിന് SITയെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നത്. പക്ഷേ SITയിൽ ആരൊക്കെ ഉണ്ടാകും, അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലാകുമോ ഈ അന്വേഷണം എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. SIT രൂപീകരണം അതിന് കൃത്യമായി ADGPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ വിവാദം സൃഷ്ടിച്ച, അതോടൊപ്പം തന്നെ ഈ LDF അല്ലെങ്കിൽ KK ശൈലജയുടെ പരാജയത്തിന് തന്നെ കാരണം എന്നൊരു പക്ഷേ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടൊരു കാര്യമായിരുന്നു ഈ സ്ക്രീൻഷോട്ട് വിവാദം. എന്തായാലും അതിൽ കൃത്യമായി UDF ഇടപെടുകയും അത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ DYFI പ്രവർത്തകൻ തന്നെയാണ് ഈ സ്ക്രീൻഷോട്ടിന് പിന്നിൽ എന്നൊരു ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വലിയ രീതിയിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അതുകൂടി ചൂണ്ടിക്കാട്ടി ഈ കത്തിൽ വിവരിക്കുന്നുണ്ട്. കാരണം SIT ആഭ്യന്തരമന്ത്രിക്ക് നിലവിൽ പാറക്കൽ അബ്ദുള്ള നൽകിയ പരാതിയിൽ കൃത്യമായി പറയുന്നത് DYFI നേതാവിൻ്റെ പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നാണ് ഇത്തരത്തിലൊരു പ്രചരണം നടത്തിയത് എന്നതിൻ്റെ പ്രാഥമികമായ ഒരു വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിരുന്നു. പക്ഷേ എന്തായാലും അന്വേഷണ സംഘം ആ വ്യക്തിയിലേക്ക് എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു പാറക്കൽ അബ്ദുള്ള നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. അതുകൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ എന്തായാലും SITക്ക് രൂപം നൽകുന്നത്. അടുത്ത ദിവസമായിരിക്കും ആരൊക്കെ ആയിരിക്കും SITയിൽ ഉണ്ടാവുക, അതോടൊപ്പം തന്നെ SITയുടെ തലവൻ ആര് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ശരി, എന്തായാലും പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസമാണ് പോലീസ് ഈ കേസ് അവസാനിപ്പിക്കുന്നത്. അതിനെ തുടർന്ന് ഇപ്പോൾ പാറക്കൽ അബ്ദുള്ള MLA തുടങ്ങി അദ്ദേഹത്തിന്റെ അപേക്ഷയിലാണ് നിലവിൽ സർക്കാർ ഇത് പുനഃപരിശോധിക്കാൻ തീരുമാനിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് നിലവിൽ ഈ SIT രൂപീകരിക്കുകയും പുതിയ അന്വേഷണ സംഘം രൂപവൽക്കരിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സരീഷ് PK ആണ് വിവരങ്ങൾ നൽകിയത്.